Hello guys, so let's make loaded fries. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസിനും ലോഡഡ് ഫ്രൈസിൻ്റെ ചിക്കനും വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് കോൺഫ്ലവർ, മൈദ, ഉപ്പൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ചിക്കന് സാദാ മസാല വെച്ചാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരു 30 minutes to 1 hour രണ്ടും കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കോൺഫ്ലവറും കൂടെ മാരിനേഷനിൽ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചിക്കൻ. നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രൈസിന് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ. അങ്ങനെ ഇതും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ഷീറ്റ് ചീസും പിന്നെ കുറച്ച് കോൺഫ്ലവറും ഗീ ഓർ ബട്ടർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗീയാണ് എടുത്തത്. ഗീ എടുത്ത് ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതൊഴിച്ച് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോസ് പരിവാവണ്ടേ. അത് കഴിഞ്ഞ് അത് ബോയിലാവുമ്പോൾ നമുക്ക് ഈ 2 ചീസും കൂടെ എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം മിക്സായി വരുമ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഇതിൽ കട്ട ഇല്ലാണ്ട് നോക്കണം. അപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈസ്, വൈറ്റ് സോസ്, ചിക്കൻ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇത് ഒരു പാത്രം എടുത്ത് ലെയർ ബൈ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു നല്ല കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫ്രൈസ് ഇടുക, ചിക്കൻ ഇടുക, സോസ് ഇടുക. ഇങ്ങനെ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലുണ്ടോ അത്രയും ടൈംസ് നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസ് കിട്ടും. വേണമെങ്കിൽ സോസ് ആഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കും.